ഒരു പ്രത്യേകതരം ഡ്രൈ ഹ്യൂമർ എല്ലാ സിനിമകളിലും ഉണ്ട് എന്നതാണ് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ ചെയ്യുന്ന സിനിമകളുടെ ഒരു പൊതുവായ സവിശേഷത. ആ ഒരു കാരണം കൊണ്ട് തന്നെ മറ്റ് സിനിമകളിൽ നിന്ന് അവ എന്നും വ്യത്യസ്തമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഇതിലധികം സിനിമകളും കുറച്ച് ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമർ പിന്തുടർന്നപ്പോൾ 2 സിനിമകളിലായിരുന്നു പുള്ളി സ്വല്പം എക്സെൻട്രിക് ആയിട്ടുള്ള ഹ്യൂമർ പരീക്ഷിച്ചത്. ഒന്ന് കനകം കാമിനി കലഹവും രണ്ടാമത്തേത് സുരേശന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥയുമായിരുന്നു. വ്യക്തിപരമായിട്ട് എനിക്ക് കനകം കാമിനി കലഹം വളരെയധികം ഇഷ്ടമുള്ളൊരു സിനിമയാണ്. വിഷ്വൽ ലാംഗ്വേജിനെ ഡെഡ് പാൻ ഹ്യൂമറുമായിട്ട് ഗംഭീരമായിട്ട് മിക്സ് ചെയ്തൊരു സിനിമയായിട്ടാണ് എനിക്കത് അനുഭവപ്പെട്ടിട്ടുള്ളത്. രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന പടത്തിലേക്ക് നോക്കുമ്പോൾ പുള്ളി ചെയ്തിട്ടുള്ള 2 തരം ഹ്യൂമറിനെയും ഒരു പ്രത്യേക അളവിൽ മിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലത്തെ ഒരു ഫീലാണ് കിട്ടുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊമൈസ് ഉപയോഗിച്ചുകൊണ്ട് സിസ്റ്റത്തിലെ പോരായ്മകളെ പരിഹസിക്കുന്ന ഒരു സിനിമ എന്ന രീതിയിലാണ് പടം ആരംഭിക്കുന്നത്. എന്നാൽ അവസാനത്തെ ഒരു 1/4 മണിക്കൂറിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ആകപ്പാടെ സിനിമയുടെ താളം തെറ്റിക്കുന്നുണ്ട്. ആ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ അതിനു മുന്നേ കണ്ട 1.5 മണിക്കൂർ വേറെ ഏതോ ഒരു സിനിമയാണോ എന്ന് വരെ തോന്നിപ്പോകും. ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അസിസ്റ്റന്റ് തസ്തികയിൽ ജോലി ചെയ്യുന്ന സേതു എന്ന വ്യക്തിയാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രം. അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയിട്ടുള്ള ലേശം ഹാലൂസിനേഷൻ പ്രശ്നമുള്ള മധു എന്നൊരു ചേട്ടൻ സേതുവിനുണ്ട്. മരിച്ചുപോയ അവരുടെ അമ്മാവനോട് മധു എപ്പോഴും സംസാരിക്കും. ഇങ്ങനെ പോകുന്ന ഈ സഹോദരന്മാരുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് രാജേന്ദ്ര പ്രസാദ് എന്നൊരു മൂന്നാമൻ കടന്നു വരികയാണ്. മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് പോലീസ് തിരയുന്ന ഒരാളാണ് ഈ രാജേന്ദ്ര പ്രസാദ്. രാജേന്ദ്ര പ്രസാദിന്റെ വരവിന് ശേഷം ഈ സഹോദരന്മാരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ സിനിമകളിൽ നമ്മൾ പൊതുവെ കണ്ടുവരുന്ന ഹ്യൂമർ ഈ സിനിമയിലും കാര്യങ്ങൾ എന്റർടൈനിങ് ആക്കുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. രസകരമായ കഥാപാത്രങ്ങളും കഥാപാത്രങ്ങളുടെ സവിശേഷതകളും ഉപയോഗിച്ചുകൊണ്ട് എഴുത്ത് സിനിമയിൽ ഹ്യൂമർ നിലനിർത്തുന്നുണ്ട്. സിസ്റ്റം വർക്ക് ചെയ്യുന്നതിലെ കുഴപ്പങ്ങളും മനുഷ്യബന്ധങ്ങൾ വളരെ മെറ്റീരിയലിസ്റ്റിക് ആണ് എന്നതുമൊക്കെ വളരെ സർക്കാസ്റ്റിക് ആയിട്ട് സിനിമ പറഞ്ഞു പോകുന്നുണ്ട്. ഇൻവെസ്റ്റിഗേറ്റീവ് കോമഡി എന്നതിനൊപ്പം ഒരു സറ്റയറിന്റെ ലെയർ കൂടി അങ്ങനെ സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ട്. പ്ലോട്ട് ഹെവി ആയിട്ടുള്ള ഒരു സിനിമ എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും കഥാപാത്രങ്ങളെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ ഉണ്ടാക്കിയെടുക്കുന്ന സംഭവങ്ങൾ നമ്മളെ നല്ല രീതിയിൽ ചിരിപ്പിക്കുന്ന രംഗങ്ങളായിട്ട് മാറുന്നുണ്ട്. ഈ സിനിമയുടെ തുടക്കവും അവസാനവും നോക്കിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇതിനെ സേതുവിന്റെ ഒരു വിചിത്രമായ ഇമോഷണൽ ജേണി എന്ന് പറയാം. വളരെ സങ്കടകരവും അതേസമയം വിരോധാഭാസങ്ങളും നിറഞ്ഞ ഒരാളുടെ ലൈഫ് എന്നൊരു ഫോർമാറ്റ് കഥയ്ക്ക് എവിടെയും ഉണ്ട്. വേണമെങ്കിൽ ഒരു തനിയാവർത്തനം സ്റ്റൈൽ വേദനയൊക്കെ കൊണ്ടുവരാവുന്ന ഒരു കഥയാണ് ഈ സിനിമയ്ക്കുള്ളത്. എന്നാൽ ആ റൂട്ടിൽ പോകാതെ ഒരു ഡാർക്ക് ഹ്യൂമർ പരിപാടി പിടിക്കാനാണ് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ ശ്രമിക്കുന്നത്. കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഡയലോഗുകളിലൂടെയുള്ള കൊടുക്കൽ വാങ്ങലുകൾ നമ്മളെ നല്ലപോലെ ചിരിപ്പിക്കുമ്പോഴും ഇതെല്ലാം എങ്ങനെ ഒരു കഥയായിട്ട് അവസാനിക്കുമെന്നറിയാൻ ഒരു കൗതുകം നമ്മുടെ ഉള്ളിലുണ്ടാകും. ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴാണ് സിനിമ അടപടലം വീഴുന്നത്. ഒരു ഘട്ടത്തിന് ശേഷം പെട്ടെന്ന് സിനിമയുടെ ടോൺ അങ്ങോട്ട് മാറുകയാണ്. സേതുവിൻ്റെ മെൻ്റൽ സ്പേസിലേക്ക് പൊടുന്നനെ സിനിമ ഒതുങ്ങുന്നു. അത്രയും നേരം സമയമെടുത്ത് ബിൽഡ് ചെയ്ത പല കഥാപാത്രങ്ങളും പെട്ടെന്ന് ഇല്ലാതാവുകയോ അല്ലെങ്കിൽ വെറും ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായിട്ട് മാറുകയോ ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ പടത്തിലെ ഒരു പ്രധാനപ്പെട്ട ടേക്ക് അവേ ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ഒരു അഭിനേതാവ് എന്ന നിലയിൽ ഈ സിനിമ കുഞ്ചാക്കോ ബോബനെ പുഷ് ചെയ്തു എന്ന കാര്യമാണ്. കൊഴുമൽ രാജീവൻ കുഞ്ചാക്കോ ബോബനെ കരിയറിലെ അദ്ദേഹത്തിൻ്റെ സ്ഥിരം രീതിയിൽ നിന്ന് പുറത്തു കടക്കാൻ ഫോഴ്സ് ചെയ്തൊരു ക്യാരക്ടർ തന്നെയാണ്. ആ ക്യാരക്ടറിനെ കൊടുത്ത രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ ഇത്തവണ മറ്റൊരു രീതിയിലാണ് ചാക്കോച്ചന് ചാലഞ്ച് കൊടുത്തിരിക്കുന്നത്. അങ്ങേയറ്റം വൈരുദ്ധ്യമുള്ള 2 ഷെയ്ഡുകൾ ചാക്കോച്ചൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് ഇവിടെയുണ്ട്. വളരെ ഇമ്പൾസീവായിട്ടുള്ള ഹാലൂസിനേഷൻ കുഴപ്പങ്ങളൊക്കെയുള്ള മധു എന്ന കഥാപാത്രത്തെ ദിലീഷ് പോത്തൻ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. സജിൻ ഗോപു അവതരിപ്പിക്കുന്ന രാജേന്ദ്ര പ്രസാദ് എന്ന കഥാപാത്രം പുള്ളി അടുത്തായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പൂക്കി ഗുണ്ടകളുടെ ലിസ്റ്റിലേക്ക് വേണമെങ്കിൽ പെടുത്താവുന്ന ഒന്നാണ്. അർമിയാസ് എന്ന കഥാപാത്രമായിട്ട് ചിദംബരം വളരെ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ശരണ്യ നായർ അവതരിപ്പിക്കുന്ന മിനി എന്ന നായിക കഥാപാത്രത്തിന് കാര്യമായിട്ടൊന്നും തന്നെ ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല. ജാഫർ ഇടുക്കി അവതരിപ്പിച്ച ഓന്തിനെ പോലെ നിറം മാറുന്ന രാഷ്ട്രീയ പ്രവർത്തകന്റെ കഥാപാത്രം നല്ല ഹ്യൂമർ സിനിമയ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടെലിവിഷൻ രംഗത്തെ ഒരു പ്രധാന പേരായിരുന്ന ദിവ്യ വിശ്വനാഥ് ഈ പടത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. ആ ക്യാരക്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ബാക്ക് സ്റ്റോറിയും ചിരി ഉളവാക്കുന്നവയായിരുന്നു. പടത്തിന്റെ അവസാന ഭാഗത്തേക്ക് ഫോണിൽ ഒരു മെസ്സേജ് കാണുമ്പോൾ സേതുവിന്റെ മുഖത്ത് വരുന്ന ഒരു വില്ലൻ ചിരി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ഫുൾ സർക്കിളിൽ എത്തുന്ന എന്തോ ഒരു കോൺസെപ്റ്റ് രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ തലയിലുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അതിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പടത്തിൽ ഒരു സ്ഥലത്ത് മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ എന്നൊരു സംഗതി ആഡ് ചെയ്തിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന സംഗതിയെ പരിഹസിച്ചതായിരുന്നു അത്. ഈ പടത്തിന്റെ ആകെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥ കാണുമ്പോൾ നിലവിലെ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിലെ അമേരിക്കയുടെ അവസ്ഥ തന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് എൻട്രി ഒക്കെ ഗംഭീരമായിരുന്നു, പക്ഷേ ഒരു എക്സിറ്റ് പ്ലാൻ വൃത്തിക്ക് ഉണ്ടാക്കാൻ പറ്റാതെ പോയി. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്